കോടികൾ ചെലവിട്ട് പാവർട്ടി സെന്റർ വികസനം നടത്തിയെങ്കിലും മഴയെത്തിയതോടെ വ്യാപാരികളുടെ ദുരിതത്തിൽ ശമനമില്ല. ശക്തമായ മഴയിൽ പാവർട്ടി സെന്റർ വീണ്ടും വെള്ളക്കെട്ടിലായി. 20ഓളം കടകളിലും വെള്ളം കയറി. വ്യാപാര സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളം കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടായിട്ട് സെന്റർ വികസനത്തിനായുള്ള നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചതു മുതലാണ് പാവർട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയത്. 2,87,00,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ വിവിധയിടങ്ങളിൽ നിന്നുണ്ടായ എതിർപ്പ് മൂലം പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പൂർത്തിയാക്കിയ കാനകളുടെയും കൽവർട്ടുകളുടെയും നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. മഴക്കാലത്തിന് മുമ്പേ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്ത് കാനകൾ വൃത്തിയാക്കിയിരുന്നു. എന്നാൽ കാനകൾ വൃത്തിയാക്കിയതുകൊണ്ട് മാത്രം വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. സെന്റർ വികസനത്തിന്റെ ആസൂത്രണത്തിലും നിർവഹണത്തിലും വന്ന അപാകതയാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത്. MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ വ്യാപാരികൾ പ്രശ്നം ഉന്നയിച്ചെങ്കിലും ഉദ്യോഗസ്ഥ ഭരണതലങ്ങളിൽ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ഉണ്ടായില്ലെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AJ വർഗീസ് പറഞ്ഞു. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്നത്തെ നല്ല മഴയിൽ വീക്ഷിക്കാവുന്ന രീതിയിൽ, കാരണം ജൂൺ കാലവർഷം വളരെ നേരത്തെയാണ് പഞ്ചായത്ത് കാനകൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും രൂക്ഷമായ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് കടകളിലേക്ക് വെള്ളം കയറുകയാണ്. കടകളിലെ ഉടമസ്ഥരെ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഭീതിയോടെയാണ് കാണുന്നത്. കാരണം പ്രത്യേകിച്ച് അവരുടെ കടകളിൽ വെള്ളം കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളിലെല്ലാം വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. ഇതിന് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ഇപ്പോഴും പരിഹരിച്ച് കഴിഞ്ഞിട്ടില്ല. ഒരു കാന വൃത്തിയാക്കൽ കൊണ്ട് മാത്രം ഇന്നത്തെ പാവർട്ടി, വികസിത പാവർട്ടിക്ക് ഇത് മാത്രം നടക്കുന്നൊരു കാര്യമല്ല. സെൻട്രൽ വികസനം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയം കൂടിയും ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ സെൻട്രൽ വികസനത്തിൻ്റെ ആദ്യത്തെ യോഗത്തിൽ MLA പങ്കെടുത്തുള്ള യോഗത്തിൽ ഇക്കാര്യങ്ങൾ വ്യാപാരികൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഉദ്യോഗസ്ഥ തലത്തിലോ ഭരണതലത്തിലോ ഒരു വലിയൊരു പ്രാധാന്യം കിട്ടിയില്ല. അതിൻ്റെ തിക്തഫലങ്ങൾ പാവർട്ടിയിലെ മുഴുവൻ വ്യാപാരികളും പൊതുസമൂഹവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.